ിലേക്ക് നമ്മൾ അടുത്ത സംസാരിക്കുന്ന വിഷയം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലൊരു പരസ്യ സംവാദം ഉണ്ടാകുമോ എന്ന് കുറെ ആളുകൾ ഉറ്റുനോക്കി. എന്നാൽ ഉണ്ടാവില്ല എന്നാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം അങ്ങനൊരു സംവാദത്തിനില്ല. ഫേസ്ബുക്ക് വഴിയുള്ള സംവാദം മാത്രമേ താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ സതീശൻ പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സതീശനാവട്ടെ വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്നു, സംവാദത്തിന് തയ്യാറാണ്. ഏത് വിഷയത്തിൽ വേണമെങ്കിലും സംസാരിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും സംസാരിക്കാം. 24 hours മുമ്പ് എനിക്കൊരു നോട്ടീസ് വന്നാൽ ഞാൻ വന്ന് എവിടെ വേണമെങ്കിലും പങ്കെടുക്കാം. അതെനിക്കൊരു പ്രിവിലേജാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി അതിന് സന്നദ്ധനല്ല എന്നതാണ്. അപ്പോൾ പരസ്യ സംവാദം എന്ന് പറയുന്നത് ഒരു നല്ല കീഴ്വഴക്കമായിരിക്കും അത് തുടങ്ങി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ആ പരസ്യ സംവാദം വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് പല കാരണങ്ങൾ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. ഉയർന്നു വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ സംവാദത്തിൻ്റെ സ്വഭാവം, അത് പരിധി വിട്ടു പോകൽ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെ കൂടെ ഞാൻ നേരിട്ടിരുന്ന് സംസാരിക്കണോ, അങ്ങനെ പലതരം ഫാക്ടേഴ്സ് അതിനകത്തുണ്ടാവും. ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? ഈ സംവാദം ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അത് നമ്മൾ അധികമായിട്ട് പ്രതീക്ഷിച്ചതിൻ്റെ കുഴപ്പമാണോ, അതോ പിണറായി വിജയൻ അത് പറ്റാത്തതുകൊണ്ടാണോ? നമ്മൾ അധികമായിട്ട് പ്രതീക്ഷിച്ചതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്നലെ പിണറായി വിജയൻ അത് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയാണെന്ന് ഒരു പൊതുവെ എല്ലാവരും വിചാരിച്ചു. എന്ന് മാത്രമല്ല CPM കേന്ദ്രങ്ങളൊന്നും തിരുത്തിയതുമില്ല. വാർത്ത വന്നു, അപ്പോഴും തിരുത്താമല്ലോ, തിരുത്തിയില്ല. അങ്ങനെ ഒരു 12 മണിക്കൂർ ഈ വിഷയം വായു നിൽക്കുകയും ഇപ്പം അതിന് നറേറ്റീവ് നേരെ തിരിഞ്ഞു. പിണറായി വിജയൻ പേടിച്ചോടിയെന്നായി. അതിനകത്തൊരു പ്രശ്നം, ഭാഗികമായി അത് ശരിയാണ്. ഇന്നലെ തന്നെ ഈ വാർത്ത വരുമ്പോൾ അത് നിഷേധിക്കപ്പെട്ടില്ലല്ലോ. CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന PR മിഷനറി AK സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവർക്ക് പറയാമല്ലോ. അവർ പറഞ്ഞില്ല. ഒരു ഡിബേറ്റ് കൊണ്ട് കേരളത്തിൽ വി.ഡി. സതീശനാണോ പിണറായി വിജയനാണോ ഏറ്റവും നല്ല ഭരണാധികാരിയും തെളിയിക്കപ്പെടുകയൊന്നുമില്ല. ഡിബേറ്റിനകത്ത് ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ളതാണ്, റൂമിലെ ഏറ്റവും മിടുക്കനല്ല, ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ആളായിരിക്കും ജയിക്കുക. പിണറായി വിജയൻ്റെ സ്വഭാവത്തിനും പിണറായി വിജയൻ്റെ പ്രായത്തിനൊന്നും ഡിബേറ്റ് പറ്റിയതിലുണ്ട് പിണറായി വിജയൻ വരികയില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇതിനൊരു ഒപ്റ്റിക്സ് നോക്കൂ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് ഒരു ഡിബേറ്റിന് വിളിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും വിളിക്കുന്നു, അദ്ദേഹം വരുന്നില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്ത്രത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഒരു 12 മണിക്കൂർ ഈ വിഷയം വായുവിൽ നിന്നതിന് ശേഷം. 2, ഈ കാര്യത്തിൽ ഫേസ്ബുക്ക് ഡിബേറ്റ് നടത്താം എന്ന് പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ നമുക്ക് തുടരാം. ഫേസ്ബുക്ക് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന എഴുതി കൊടുക്കാന്നല്ലേ അർത്ഥം. ഇത് ഫേസ്ബുക്കിൻ്റെ വാളിൽ വരുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന എഴുതി കളിക്കാം എന്നാണ്. അല്ല, അങ്ങനെ യുദ്ധം നടത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രസംഗമുണ്ട്, പൊതുയോഗത്തിലെ പ്രസംഗം നമുക്ക് വാർത്തയായി വരുന്നുണ്ട്. അദ്ദേഹം ആ വിഷയം വീണ്ടും ആവർത്തിക്കുന്നു. എവിടെ പോയി നിങ്ങൾ പിരിച്ച പണം? ജോയിൻ്റ് അക്കൗണ്ടാണെന്ന് പറഞ്ഞില്ലേ, ആ പൈസ എവിടെ? വി.ഡി. സതീശൻ്റെ മറുപടി, അത് കെട്ടിടം പണിത ശേഷം ഞങ്ങൾ കാണിച്ചോളാം, എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പബ്ലിസൈസ് ചെയ്തോളാം. ഈ വാദം എന്താണെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ പിണറായി വിജയനോട് SDPI കാര്യത്തിലുള്ള ചോദ്യം ഇന്ന് 2 പേരോടും ചോദിച്ചു. പാർട്ടി സെക്രട്ടറിയോടും ചോദിച്ചു, പിണറായി വിജയനോടും ചോദിച്ചു. SDPI ഒരു വർഗീയ കക്ഷിയാണെന്നും ഇത് ഭീകര കുഴപ്പക്കാരാണെന്നും അങ്ങ് പിണറായി വിജയൻ മുതൽ തോമസ് ഐസക് വരെ കേരളത്തിൽ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ കക്ഷിയാക്കാനും അവരുടെ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ തൊട്ടുകൂടാത്തവരാക്കാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ന്യൂനപക്ഷ വർഗീയത എന്നാണ്. അതുപോലെ തന്നെ SDPIക്കെതിരെ കഴിഞ്ഞ 10 വർഷമായി SDPIയുടെ ഒരു ആക്രമണത്തിൽ, ആരോപിക്കപ്പെടുന്ന ഒരു ആക്രമണത്തിൽ, അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആക്രമണത്തിൽ അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ മഹാരാജ് കോളേജിൽ കൊല്ലപ്പെട്ടതാണ്. അന്ന് മുതൽ തുടങ്ങിയതല്ലേ. അപ്പോൾ അതേ SDPIയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അവിടെ CPMൻ്റെ ഭാഗത്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞ പ്രസ്താവന യുദ്ധത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ഡിബേറ്റ് ഇല്ല, അത് നടക്കില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് സൈക്കോളജിയിൽ സതീശനാണ് താനും. പക്ഷേ മറ്റു യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിട്ട് പോയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തേ മോദി നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതൊന്ന്. 2, ഞാൻ 36 മണിക്കൂർ EDക്ക് മുമ്പിലിരുന്നു, 55 ദിവസം എനിക്കെതിരെ നടപടി, അങ്ങനെ 36, 55 എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. 36 മണിക്കൂർ ഇരുന്നു, എനിക്കറിയാം 36 കേസുകളുണ്ട്, 55 മണിക്കൂർ ഞാൻ EDക്ക് മുമ്പിലിരുന്നു. അല്ല, താങ്കളുടെ മകൾക്കെതിരെ കേസുണ്ടല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. താങ്കളുടെ മായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തിലും ED വരുന്നില്ലല്ലോ. എനിക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അത് ഇന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ വെക്കപ്പെട്ട കേസ് ലാവ്ലിൻ കേസാണ്. ജഡ്ജിന് പനി, വക്കീലിന് വയറിളക്കം, പിന്നെ അല്ലെങ്കിൽ ആ ബെഞ്ച് മാറുന്നു, അങ്ങനെ ഒരുപാട് കാലം മാറിപ്പോയ കാര്യം, ഒരു കേസ് പരിഗണിക്കപ്പെടാതെ പോയ കാര്യം, ഇതും ഇന്ന് വിഷയമായുണ്ട്. അപ്പോൾ ഇതിന് മറുപടി വരട്ടെ. നമുക്ക് ഫേസ്ബുക്ക് മതിയെന്നേ, ഇതിനൊക്കെ മറുപടി വരട്ടെ. വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്നും ആ പൈസ എവിടെ പോയി, ആ അക്കൗണ്ടിൽ, ആ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം എവിടെ എന്നതിനെക്കുറിച്ചും തൃപ്തികരമായ മറുപടി വേണം. ശരി. അല്ല സാജു, ഇതിനകത്തൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു പരസ്യ സംവാദ പരിപാടിക്ക് നിൽക്കാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം. അതിപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചതിൽ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മറുപടി വന്നിട്ടില്ലോ എന്ന്. അപ്പോൾ ഈ ഏത് സംവാദത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ആ വയനാട്ടിലെ പൈസ എവിടെ, വീട് എവിടെ എന്നുള്ള ചോദ്യമാണല്ലോ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചു എന്നുള്ള കടന്ന ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്.
അതിന് മറുപടി പറയാൻ ഈ ഫേസ്ബുക്ക് വഴി പോലും പറ്റിയിട്ടില്ല സതീശന്. അങ്ങനെ ഇരിക്കെ സംവാദത്തിന് പോയി സതീശൻ എന്ത് ചെയ്യുന്നതാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംവാദം നടക്കുമെന്ന് നിഷ്കളങ്കരായ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? സംവാദം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന രൂപത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ വേറൊരു കൈൻഡ് ഓഫ് സംവാദം നടക്കുന്നുണ്ടല്ലോ. അതിൽ പോലും മറുപടി പറയാൻ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സതീശന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ ടേബിളിൽ പോയിരുന്നിട്ട് എന്ത് മലമറിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നേരിട്ടൊരു സംവാദം നടത്തുമെന്നും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനായി ഇടിച്ചു കയറി വന്ന് ഒരു മിന്നൽ പിണറായി മാറി സതീശനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയും എന്നൊക്കെ ആരെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അവരായിരുന്നു ഇന്നലെയൊക്കെ നിശബ്ദത പാലിച്ച സൈബർ സഖാക്കൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നുണേശൻ്റെ അവരുടെ വാചകം അങ്ങനെയാണല്ലോ സതീശനെ കുറിച്ച്, നുണേശൻ്റെ നുണക്കോട്ടകൾ ഇങ്ങനെ പിണറായി വലിച്ചു കീറി അടുക്കും എന്ന് കരുതിയിട്ടാവുമല്ലോ ഇന്നലെ മിണ്ടാതിരുന്നത്. പിണറായി നേരിട്ട് സംവാദത്തിന് പോകുമെന്ന് വിചാരിച്ച്. എന്നാലും ഇന്ന് അവിടെ ഒരു നിശബ്ദത വല്ലാത്ത തളം കെട്ടി നിപ്പുണ്ട് അല്ലേ? പക്ഷേ അപ്പോഴും നിഷാദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മുണ്ടക്കൈയുടെ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ലീഗിൻ്റെ വീട് കാണിച്ച് പ്രതിരോധിക്കേണ്ടിയെങ്കിലും തൽക്കാലം വരും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സംവാദത്തിൻ്റെ ലോകം ഇങ്ങനെ തുറന്നു കിടപ്പുണ്ട്. വേണമെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ സംവാദങ്ങൾ ആവുകയും ചെയ്യാം. അതിന് ഫേസ്ബുക്ക് തന്നെ ആശ്രയിക്കണമെന്നില്ല. ഇന്നലെ തന്നെ പറയാമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സംവാദത്തിനുള്ള ക്ഷണം അത് എവിടെയാ വേദങ്ങളിൽ തുടങ്ങി വെച്ചതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ? അതെവിടുന്ന? ഫേസ്ബുക്കിൽ തന്നെയല്ലേ വരികയും ചെയ്ത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ PR ടീമിലെ ഏതോ വിദ്വാൻ ചെയ്ത കൊടുംചതിയാണ് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ആളെ കൊണ്ടുകൊടുക്കാം, മുഖ്യമന്ത്രിക്കിട്ട് പണി കൊടുക്കുന്ന ഏർപ്പാടിടരുത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ വലിയ പൈസയൊക്കെ കൊടുത്ത് ഭയങ്കര മിടുക്കരാണ് എന്ന് കരുതുന്നവരൊക്കെ മാധ്യമ തന്ത്രജ്ഞരൊക്കെ ആയിട്ട് CM-ന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ചോദിക്കണം, മനസ്സിലാക്കണം, ചെറിയ പരിപാടിയല്ല അത്. അതൊന്നും ഇല്ലാതെ കൊണ്ടു നടക്കും. അപ്പൊ അവരുടെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ കോളേജ് രാഷ്ട്രീയത്തിൽ ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരി വിളിക്കുമല്ലോ, ഈ വാടാ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന ആ ലെവലിൽ നിന്നോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പിണറായിയെ കൊടുക്കരുത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഞാൻ നേരിട്ടുള്ള സംവാദമല്ല ഫേസ്ബുക്കാണ് എന്നൊക്കെ പറയേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ മുണ്ടക്കൈ ചോദിച്ച് പിണറായി വിജയൻ ഒന്ന് കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ പോകുമ്പോഴാണ് ഈ സംവാദത്തിന്റെ പേര് പറഞ്ഞ് പിന്നോട്ട് പോകുന്നത്. സതീശനാണെങ്കിലോ വളരെ മനോഹരമായി അതിനെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിണറായി വിജയൻ ഫേസ്ബുക്കിലാണെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ അടുത്ത പോസ്റ്റ് വരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ, മുഖ്യമന്ത്രി സമയവും ഒന്നും നിശ്ചയിച്ചിട്ടില്ലെന്ന്. സതീശൻ അറിയാം പിണറായി വിജയൻ ഒരു നിലയ്ക്കും ഈ പരിപാടിക്ക് വരില്ലെന്ന്. അപ്പോൾ സതീശൻ അഡ്വാൻസ് ചെയ്യാണ്. നോക്കൂ, എവിടെ സംവാദം, എവിടെ, ഞാൻ റെഡിയാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാത്തിനും മറുപടി ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ സതീശന് കഴിഞ്ഞു. സതീശൻ അതിൽ ബുദ്ധിമാനായ കുറുക്കനാണ്. പിണറായി വിജയൻ എന്തായാലും വരില്ല. വരൂ, നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ഏത് വിഷയത്തിലും ഇരിക്കാം, ഇനിയിപ്പോൾ മുണ്ടക്കയിലും ഇരിക്കാം, അതിനെല്ലാം എൻ്റെ കയ്യിൽ മറുപടി ഉണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ സതീശൻ്റെ എല്ലാം മറുപടി ഉണ്ട്, അദ്ദേഹം മറുപടിയായിട്ട് നിൽക്കുകയാണ്. എന്താ പിണറായി വിജയൻ വിളിക്കാത്തന്നല്ലേ തോന്നുക? അതിൽ ഒരു എഡ്ജ് സതീശന് കിട്ടിയോ ഇതിനകത്ത്? അല്ല, ഈ ഡിബേറ്റിൻ്റെ കാര്യത്തിൽ സതീശന് ഒരു എഡ്ജ് കൂടുതലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അസംബ്ലിയിൽ എടുക്കുക, അസംബ്ലി ഡിബേറ്റ്സ് എടുക്കുക. അസംബ്ലി ഡിബേറ്റ്സിൽ സതീശൻ, ആ പാർട്ടിയിലെ മുഴുവൻ ആളുകളല്ല, സതീശൻ നല്ലൊരു ഡിബേറ്ററാണ്. കാര്യങ്ങൾ ഷാർപ്പായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്, അതിൽ ഫാക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഫാക്റ്റ് പറയുന്നത് കൊണ്ടാണ് തന്നെ നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നതാണ് സതീശൻ പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം സതീശനെ പോലെ ഒരു ഡിബേറ്ററുടെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ളതായിരുന്നു അല്ലേ പിന്നെ ആദ്യത്തെ തന്ത്രി തെരഞ്ഞെടുപ്പിൽ. ആ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. നുണേശൻ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും നുണേശൻ എന്നുള്ളത്. സതീശൻ പറഞ്ഞ നുണ ഏതാണ്? ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ ആലോചിച്ച് നോക്കേണ്ടത് ഏതാണ് നുണ. സതീശൻ പ്രസംഗിക്കുന്നതിൽ സാധാരണ മാനുഷികമായ ചില പിഴവുകളൊക്കെ വന്നിട്ടുണ്ടാവും. മറവി കൊണ്ട് പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പറ്റുന്ന ചില, അതായത് ബോധപൂർവ്വം നുണ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഫാക്റ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യാത്ത ഒരാളുടെ ക്രെഡിബിലിറ്റികളെ, അയാളുടെ ഇമേജ് നശിപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ തന്ത്രം. അതാണ് നുണ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം. അസംബ്ലിയിലാവട്ടെ, അസംബ്ലിയിൽ ഇപ്പോൾ സതീശൻ ഒരു വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു നിര അസംബ്ലിയിൽ CPM-നുണ്ട്. അത് P രാജീവാണെങ്കിലും MP രാജേഷാണെങ്കിലും മുൻപ് സ്വരാജ് ഉണ്ടായിരുന്നപ്പോഴാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയും. കാരണം കോൺഗ്രസിനെ അടിക്കുക എന്നുള്ളത് അവരുടെ എതിരാളികളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് വളരെ കുപ്രസിദ്ധമായ ഭൂതകാലങ്ങളുണ്ട്. CPM-നോ BJP-ക്കോ അത്രയും കുപ്രസിദ്ധമായ ഭൂതകാലങ്ങളില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾ ഭരിച്ച ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടാവുക, ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക, ഏറ്റവും കൂടുതൽ തെറ്റിയതും അവർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഭൂതകാലമുള്ള ഒരു പാർട്ടിയെ അടിക്കാൻ എളുപ്പമാണ്. ഇപ്പോഴും ഈ 2026-ലും 1991-ലെ കോലീബി സഖ്യയല്ലേ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. അത് എത്ര വർഷം മുമ്പാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പത്രത്തിൽ മാത്രം വായിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവില്ല. ആ കാര്യത്തെക്കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന എത്ര വോട്ടർമാർ, അന്ന് വോട്ട് ചെയ്ത് എത്ര വോട്ടർമാർ ഇന്ന് വോട്ട് ചെയ്യുന്നുണ്ടാവും, ഒന്ന് ആലോചിച്ചാൽ മതി എത്ര വോട്ടർമാർ. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ അടിക്കാൻ കഴിയും. അത് അസംബ്ലിയിലാണെങ്കിലും പുറത്തും അടിക്കാൻ കഴിയും. പക്ഷേ സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ലീഡറെ സംബന്ധിച്ചുള്ള പ്രശ്നം, അയാളെ ഡിബേറ്റ് ചെയ്ത് നേർക്കരുത് നോക്കിയാൽ അസാധ്യമാണ്.
കാരണം വളരെ ഷാർപ്പാണ്, വളരെ വൈബ്രൻറ്റുമാണ്. പക്ഷേ സതീശിൻ്റെ ഒരേ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്, വല്ലാതെ ഇമോഷണൽ ആവുന്നു. ഇന്ന് നമ്മുടെ എഡിറ്ററായിട്ടുള്ള ഇതിലൊക്കെ ഏതോ ഒരു ചെറിയ ചോദ്യത്തിലാണ്, അങ്ങനെ എഡിറ്റർ ദുരിതേശ്വർ ചോദിച്ച ചോദ്യമേ അല്ല, അത് 2006 RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ, അതില്ലായിരുന്നിൽ ഇപ്പോൾ ഇത്രയും വിമർശനം കേൾക്കേണ്ടി വരും. വളരെ വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. അതിന് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇമോഷണലായി പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ വേറെ ഉദ്ദേശമാണെന്ന് പറഞ്ഞ് എഡിറ്ററോട് പ്രതികരിക്കുകയാണ്. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക, എല്ലാത്തിനും പറഞ്ഞ് അവസാനിപ്പിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയും അദ്ദേഹത്തിനുണ്ട്. അത് ഓവർ എന്തൂസിയാസ്റ്റ് ആവുന്നതും ഓവർ ഇമോഷണൽ ആവുന്നതാണ്. അത് പലപ്പോഴും ഡിബേറ്റിൽ അടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിബേറ്റ് നടന്നു എന്ന് തന്നെ എഴുതുക, അതൊരിക്കലും ഒരു എന്താണ് പറയുക, ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു ലീഡർക്ക് ചേർന്നതല്ല. വളരെ ഇമോഷണലായി, എല്ലാത്തിനോടും വളരെ ഇമോഷണലായി പ്രതികരിക്കുന്ന രീതി സതീശൻ ഈ സമയത്ത് എവിഡൻ്റാണ്. ശരി, അദ്ദേഹം വല്ലാതെ വിക്ഷുബ്ധനാവും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അത് എന്തുമാത്രം നല്ലതാണെന്ന് അദ്ദേഹത്തിന്റെ ടീമിനൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ സംവാദം എന്ന് പറയുന്നത് ഒരു അധിക പ്രതീക്ഷയായിപ്പോയി. പിണറായി വിജയനും സതീശനും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുക, തത്സമയ ക്യാമറകളെല്ലാം പകർത്തിയെടുക്കുക എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ലാത്ത ഒന്ന്, രണ്ട് നേതാക്കളെയും അറിയാവുന്ന ആളുകൾ നിരക്കി. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ ചോദിക്കുന്നു സതീശനോട്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയുന്നതാണ്. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്, മുണ്ടക്കൈയിലെ പൈസ എവിടെ, മുണ്ടക്കൈയിലെ വീട് എവിടെ. അതിന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ സെറ്റ്ബാക്കുകളിലൊന്ന്, പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന്, പിഴവുകളിലൊന്ന്, തെറ്റുകളിലൊന്ന് മുണ്ടക്കൈ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാത്തതായിരിക്കും. അതിന് മറുപടി പറയാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ TV അഭിമുഖത്തിലോ എവിടെയും കോൺഗ്രസിനോ അതിൻ്റെ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്നത് കാണാതിരിക്കാൻ വയ്യ.